കാത്തിരുന്ന നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ അതായത് +1 +2ൻ്റെ എക്സാം പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് ഇതേ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ +1 പബ്ലിക് എക്സാം എപ്പോഴാണ്, +2 എപ്പോഴാണ്, അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാവരും കാത്തിരുന്നതാണ് നമ്മളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം. അതിൻ്റെ ഡേറ്റ്സ് കൂടെ മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. സോ ഫസ്റ്റ് നമ്മുടെ +1 എക്സാം. അപ്പോൾ നമ്മുടെ +1 പബ്ലിക് എക്സാം നടക്കുന്നത് മാർച്ച് 6 മുതൽ 29 വരെയുള്ള ഡേറ്റ്സിലായിരിക്കും. അതായത് മാർച്ച് 6-ന് നമ്മുടെ +1ൻ്റെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ +2 പബ്ലിക് എക്സാം നടക്കുന്നത് മാർച്ച് 3-നാണ്. +1നേക്കാൾ മുൻപ് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ +2ൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 3 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ +2 പബ്ലിക് എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ, നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരിയോടുകൂടി തന്നെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ മോഡൽ എക്സാമും ഉണ്ടാകും. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആയിരിക്കും. അതായത് നമ്മുടെ +2 കുട്ടികൾ ഇപ്പോൾ ചില മക്കളാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, +1 എക്സാം +1ൽ നമ്മുടെ സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് നമ്മുടെ ഈ തവണത്തെ അതായത് 2025-ലെ +1 എക്സാമിൻ്റെ അതേ ഡേറ്റ്സിലായിരിക്കും നിങ്ങളുടെ 2024-ലെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് +1ൻ്റെ ഈ തവണത്തെ പബ്ലിക് എക്സാമിൻ്റെ അതേ ഡേറ്റ്സിലായിരിക്കും. ഇപ്പോൾ +1-ൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടി വരിക. അതായത് ഈ തവണ നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്താണ്, സാധാരണ പോലെ അല്ലല്ലേ. സാധാരണ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ സമയങ്ങളിലൊക്കെ ആയിട്ട് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കേണ്ടതാണ്. പക്ഷേ ഈ തവണ പബ്ലിക് എക്സാമിൻ്റെ കൂടെ അതായത് മാർച്ചിലാണ് നിങ്ങളുടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളുടെ +1 അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ ആ എക്സാം ഡേറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സമയമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മിസ് നവംബറിലായിട്ടുള്ളൂ, മിസ് പറയുന്നത് മാർച്ചിലെ പബ്ലിക് എക്സാമിൻ്റെ കാര്യമല്ലേ. യെസ്, പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മക്കളെ, നവംബർ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കും. ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ, പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ, അത് കഴിഞ്ഞ് നിങ്ങളിത് ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആകുമ്പോഴേക്ക് നിങ്ങളുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇനി +2-ലെ മക്കൾക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടാകും, നിങ്ങളുടെ പബ്ലിക് എക്സാം ഉണ്ടാകും. ആകെ മൊത്തം ഒരു എക്സാം മയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടും. കാരണം നമ്മുടെ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പോലെ അല്ല. ആ ഒരു കാര്യം ചിലപ്പോൾ +2-ലെ മക്കൾക്ക് ഇച്ചിരി ബോധം ഉണ്ടാകും. പക്ഷേ +1-ലെ മക്കളാണെങ്കിൽ പോരട്ടെ നമുക്ക് ലാസ്റ്റ് ടൈമിൽ പഠിക്കാം അല്ലേ. ആ ഒരു എക്സാം ടൈമിലുള്ള റിവിഷൻ ലൈവുകൾ കാണാം, അല്ലെങ്കിൽ മാരത്തൺ ലൈവുകൾ കാണാം, പ്രഡിക്ഷൻ ലൈവുകൾ കാണാം എന്നൊക്കെയാണ് എൻ്റെ മക്കളെ ചിന്തിച്ചിരുന്നത് എന്നാണെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും. കാരണം നമുക്ക് ഒത്തിരി സമയം ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസിലൊക്കെ ചേർന്ന് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അടിപൊളി, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. ഇനി അതൊന്നും അല്ല, വേറെ രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഇനി അതൊന്നുമില്ല, മിസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പോലും അറിയാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച്. ഇപ്പോൾ +1 ആണെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ച്, +2-ലാണെങ്കിൽ നമ്മുടെ ഉയരെ ബാച്ചിൽ നിങ്ങൾക്കിപ്പോൾ 25% ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്നാലോചിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലുള്ള റിവിഷൻ ലൈവുകളായിക്കോട്ടെ, മാരത്തൺ ലൈവുകളായിക്കോട്ടെ, പ്രഡിക്ഷൻ ലൈവുകളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെ പഠിച്ച് ഫുൾ മാർക്കൊക്കെ നിങ്ങൾ എയിം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ലേറ്റ് ആക്കരുത് എന്നാണ് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അതൊന്നും ഇല്ലാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ പോവാം. ഒരു കാരണവശാലും ലാസ്റ്റ് മിനിറ്റിലുള്ള യൂട്യൂബ് ലൈവുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം ലാസ്റ്റ് മിനിറ്റ് യൂട്യൂബ് ലൈവുകൾ മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഓർമ്മയുണ്ടാവും അല്ലേ, നമുക്ക് പഠിച്ചത് മറന്നു പോകുന്നു, പഠിച്ചത് എഴുതാൻ പറ്റുന്നില്ല, അതിൻ്റെ സങ്കടം വേറെ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എൻ്റെ മക്കൾ എത്തിക്കാതിരിക്കുക.
ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ +1 എക്സാം 6th to 29th ഇതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആൻഡ് +2 പബ്ലിക് എക്സാം March 3rd to 26. ഈ ഒരു ഡേറ്റ് ഓർമ്മ വയ്ക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. താല്പര്യമുള്ള മക്കൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓൾ ദി ബെസ്റ്റ്.